സംസ്ഥാന വഖഫ് ബോർഡിന് സുപ്രീം കോടതിയിൽ ആശ്വാസവിധി. ബോർഡ് പ്രവർത്തനം മരവിപ്പിച്ച ഹൈക്കോടതി നിർദ്ദേശം സുപ്രീം കോടതി നീക്കി. ഷബിന KM വിവരങ്ങളുമായിട്ട് ചേരുന്നു. ഷബിന, ഇപ്പോൾ KSMസ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഇപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് നിലപാട് വന്നിരിക്കുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? സനീഷ്, ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നത് ജോയിന്റ് സെക്രട്ടറിക്ക് വഖഫ് ബോർഡിന്റെ ചുമതല നൽകി ഉത്തരവിറക്കിയിരുന്നു. ഈ ഉത്തരവാണ്, അതായത് ഈ ഹൈക്കോടതി ഉത്തരവിലെ അവസാന വരിയാണ് സുപ്രീം കോടതി നീക്കിയിട്ടുള്ളത്. ജോയിന്റ് സെക്രട്ടറിക്ക് ചുമതല നൽകിയ ഉത്തരവ് റദ്ദാക്കുന്നു എന്ന് കോടതി പറഞ്ഞു. അതായത് ആ ഉത്തരവിലെ അവസാന ഭാഗം മാത്രം, ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇതിൽ അന്തിമമായ തീരുമാനമെടുക്കും എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും, പക്ഷേ ഈ ഹർജിക്കാർ ഉന്നയിച്ചിരുന്നത് പോലെ ഈ ജോയിന്റ് സെക്രട്ടറിക്ക് താൽക്കാലിക ചുമതല കൊടുത്ത നടപടി ഒഴിവാക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നു. അതാണ് ഇപ്പോൾ സുപ്രീം കോടതി നീക്കിയിട്ടുള്ളത്. ഏതായാലും ഹൈക്കോടതി നാളെ ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. ഒരാഴ്ചത്തേക്കായിരുന്നു വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ഈ ജോയിന്റ് സെക്രട്ടറിക്ക് ചുമതല നൽകിയത്. അതിനെതിരെയാണ് വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ നിലവിൽ ജോയിന്റ് സെക്രട്ടറിക്ക് നൽകിയ ചുമതല സുപ്രീം കോടതി നീക്കിയിരിക്കുന്നു. നാളെ ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എത്രയും വേഗം ഈ വിഷയത്തിൽ ഹൈക്കോടതി തന്നെ തീരുമാനമെടുക്കണം എന്നാണ്. കാരണം ഈ ഹർജിയിൽ നീട്ടിക്കൊണ്ട് പോകാതെ തന്നെ ഉചിതമായ തീരുമാനം ഹൈക്കോടതിക്ക് എടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹൈക്കോടതി നിർദ്ദേശിച്ച ഈ ജോയിന്റ് സെക്രട്ടറിയുടെ ചുമതല മാത്രമാണ് ഇപ്പോൾ സുപ്രീം കോടതി നീക്കിയിട്ടുള്ളത്. വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായി. കാരണം ഇപ്പോഴുള്ള ഭരണസമിതി, അതായത് വഖഫ് ബോർഡ് ചെയർമാൻ അടക്കമുള്ള 8 അംഗങ്ങൾ അടങ്ങുന്ന ഭരണസമിതി, അതിൻ്റെ കാലാവധി 2028 വരെയുണ്ട്. ഇതിനിടെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു ഇടപെടൽ ഉണ്ടായത്. 2 അമുസ്ലിങ്ങളെ നിയമിക്കണം എന്നൊരാവശ്യം അടക്കം ഹർജിക്കാർ ഉന്നയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത്. സംസ്ഥാന സർക്കാരും അതിന് അനുകൂലമായ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ച് പറഞ്ഞത് 2028 വരെ കാലാവധിയുള്ള ഒരു ബോർഡാണ്. ഇതിലെ പ്രവർത്തനം മരവിപ്പിച്ചുകൊണ്ട്, താൽക്കാലികമെങ്കിലും പ്രവർത്തനം മരവിപ്പിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഇടപെടൽ, അത് ഹൈക്കോടതിയുടെ ഇടപെടൽ അത് നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി അറിയിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ ഒരു ഇടപെടൽ മാത്രം ഒഴിവാക്കിയിരിക്കുന്നു. അതായത് ഈ ജോയിന്റ് സെക്രട്ടറിക്ക് ചുമതല നൽകിയ സുപ്രീം കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന നിലപാടാണ്. അതിപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിനും ആ നിലക്കുള്ള ഒരു തിരിച്ചടിയാവുകയില്ലേ? പ്രത്യേകിച്ചും ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് സമീപ ദിവസങ്ങളിൽ കോടതിയിലെടുത്ത നിലപാട് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നല്ലോ. അത് മുസ്ലിം ലീഗിന് തന്നെയും വലിയ തിരിച്ചടിയായ ആ നിലപാടിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വഖഫ് ബോർഡിന് അനുകൂലമായിട്ട്, നിലവിലെ വഖഫ് ബോർഡിന് അനുകൂലമായിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ വിധി സംസ്ഥാന സർക്കാരിനും മുസ്ലിം ലീഗിനും ഒരു തിരിച്ചടി കൂടി ആകില്ലേ രാഷ്ട്രീയമായിട്ട് ആ അർത്ഥത്തിൽ? തീർച്ചയായും സനീഷ്, കാരണം ഇത് വലിയ വിവാദമായത് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഹൈക്കോടതിയിലെ നിലപാട് സംബന്ധിച്ചായിരുന്നു. കാരണം BJP നേതാവ് ഷോൺ ജോർജ് നൽകിയ ഹർജിയിലാണ് ഈ 2 അമുസ്ലിങ്ങളെ നിയമിക്കണം എന്നൊരാവശ്യം അടക്കം ഹൈക്കോടതിക്ക് മുമ്പാകെ ഉന്നയിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അതിൽ നിലപാടെടുത്തത് സെക്ഷൻ 14 പ്രകാരം, അതായത് ഈ പുതിയ അമെൻമെൻറ്റിലെ സെക്ഷൻ 14 പ്രകാരമുള്ള ക്ലോസുകൾ പാലിച്ച് തങ്ങൾ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കും. അതായത് ഈ അമുസ്ലിങ്ങളെ നിയമിക്കണം, ഷിയ കമ്മ്യൂണിറ്റിയിലുള്ളവരെ നിയമിക്കണം, അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ്. അത് ബാധകമാണ് തങ്ങൾക്ക്. അതിനാൽ ആ രീതിയിൽ തന്നെ നിലപാടെടുക്കും എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ഇതാണ് വലിയ വിവാദത്തിലേക്ക് പോയത്. കാരണം മുൻ സർക്കാർ ഈ അമുസ്ലിങ്ങളെ നിയമിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാതെ പോകുമ്പോൾ ഈ സർക്കാർ വന്ന് ഇത്തരത്തിലൊരു കാര്യം ഞങ്ങൾ തീരുമാനമെടുക്കും, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകാത്തൊരു സാഹചര്യത്തിൽ ഇവിടെ സർക്കാർ ഈ ഒരു നിലപാട് സ്വീകരിച്ചത് അത് രാഷ്ട്രീയമായി വലിയ ചർച്ചയിലേക്ക് പോവുകയും വലിയ വിവാദങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ നമുക്കറിയാം വഖഫ് ബോർഡ് ചെയർമാൻ്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ തന്നെ ബോർഡ് നിലകൊള്ളുന്നു. ആ രീതിയിൽ ബോർഡ് തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ബോർഡിന് അനുകൂലമായൊരു തീരുമാനം താൽക്കാലികമായിട്ടെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കുന്നു. ഈ അർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന് ഇതൊരു തിരിച്ചടി തന്നെയാണ്. അതാണ്, സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാണത്. ഈ വഖഫ് ബോർഡിനകത്ത് അമുസ്ലിങ്ങളെ കൂടെ നിയമിക്കണം, മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂടെ നിയമിക്കണം എന്ന ഈ പുതിയ വഖഫ് നിയമ ഭേദഗതി അത് നടപ്പാക്കുകയില്ല എന്ന ഇടത് സർക്കാർ, പിണറായി വിജയൻ സർക്കാർ നിലപാടെടുത്തിരുന്നു. പക്ഷേ അത് നടപ്പാക്കാം എന്ന നിലപാട് ഈ സർക്കാർ, മുസ്ലിം ലീഗിൻ്റെ വകുപ്പുണ്ടായിരിക്കെ അവർ നിലപാട് സ്വീകരിച്ചു എന്നത് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. ലീഗിന് രാഷ്ട്രീയമായിട്ട് ആ നിലക്ക് വിമർശനം ഏൽക്കുന്നതിനിടയിലാണ് ഇപ്പോഴത്തെ വഖഫ് ബോർഡിന് അനുകൂലമായിട്ടുള്ള നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്.